സന്ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. കണ്ണടച്ച് ഈ സമയത്ത് നിന്റെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും പരിശുദ്ധാത്മാവ് നിറയുന്നു. ഒറ്റ പ്രാർത്ഥനയുള്ളൂ. യെസ്, ഹോളി സ്പിരിറ്റ് അപ്പോൺ മീ ആൻഡ് മൈ ഫാമിലി, മൈ എൻറ്റയർ സിറ്റുവേഷൻസ്. യെസ്, ഇറ്റ് ഈസ് ഫീലിംഗ് വിത്ത് ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവ്, 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 ഹോളി സ്പിരിറ്റ് ഇതാ ഏറ്റെടുക്കുന്ന സമയം. പരിശുദ്ധാത്മാവ് വിശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്ന സമയം. ഓരോ വ്യക്തിയും ഏറ്റെടുത്തോണം. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്നവർ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ, നിന്റെ വീട്ടിലെ അസ്വസ്ഥതയുടെ നടുവിലായിരിക്കും, ഒരുപക്ഷെ കിടപ്പ് രോഗിയായിരിക്കും, മാനസിക ദുഃഖത്തിലായിരിക്കും. എവിടെയാണെങ്കിലും വിശ്വസിക്കണം, ഈ സമയത്ത് പരിശുദ്ധാത്മാവിനിൽ ഇടപെടുന്നു. പരിശുദ്ധാത്മാവിനിൽ ഇടപെടുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ചോ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിച്ചാലോ? നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണം. ഈ വ്യക്തിയിൽ കർത്താവെ, ഇപ്പോൾ ഈ പ്രാർത്ഥനാ ശുശ്രൂഷ നടക്കുമ്പോൾ തന്നെ ഈ വ്യക്തിയിൽ പരിശുദ്ധാത്മാവ് ഇടപെടണം. ആഗ്രഹിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്നൊന്ന് പ്രാർത്ഥിച്ച്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ചേർത്ത് പിടിച്ച കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ആ കൈ പിടിച്ച് അങ്ങോട്ട് പോക്കിക്കോ. കൈ പിടിച്ച് ഉയർത്തിക്കേ. ഇതുപോലെ ദൈവസന്നിധിയിൽ ഉയർന്നു നിൽക്കാൻ തക്കവണ്ണം ഈ അടുത്ത് നിൽക്കുന്നവരെയും നമ്മൾ ബലപ്പെടുത്തണം. ഇത് നമ്മുടെ കടമയാണ്. ചുറ്റുവട്ടത്തുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടമ. ആ കൈ ചേർത്ത് പിടിച്ച് ഒച്ചത്തി പറഞ്ഞേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെയൊക്കെ ചുറ്റുവട്ടത്ത്, നമ്മുടെ വീട്ടിൽ ഒത്തിരി പേര് തളർന്നവരുണ്ട്, ക്ഷീണിച്ചവരുണ്ട്, ബലം നഷ്ടപ്പെട്ടവരുണ്ട്, ജീവിതത്തിൽ എന്തു ചെയ്യണമെന്നറിയാതെ നാൽക്കവലകളിൽ വിഷമിച്ച് നിൽക്കുന്നവരുണ്ട്. അവരുടെ കരം പിടിച്ചുയർത്താൻ ആർക്കാണ് ദൗത്യം? എനിക്കും നിനക്കുമാണ്. വിശ്വസിച്ചോണം. കൈ ഇങ്ങനെ ചേർത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കൈകൾ കൂപ്പി ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവ്വേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നമുക്ക് വിശുദ്ധ മിഖായേലിനോടുള്ള സംരക്ഷണ പ്രാർത്ഥനയും കൂടെ ചൊല്ലാം, അല്ലേ? അറിയാവുന്നവരുണ്ടാവും, അറിയാൻ പാടില്ലാത്തവർ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് വളരെ അനുഗ്രഹപ്രദമാണ്. വലതുകരം ഉയർത്തിപ്പിടിച്ച് ഇടതുകരം നെഞ്ചോട് ചേർത്ത് പിടിച്ച് എന്നിട്ട് ഈ സംരക്ഷണ പ്രാർത്ഥന ഉച്ചത്തിൽ ഏറ്റു ചൊല്ലണം കേട്ടോ. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലേ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭോ, ദുരാത്മാക്കളോടുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂരകരങ്ങളിൽ നിന്നും രക്ഷിക്കുവാൻ വരേണമേ. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിമപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സാത്താൻ ഒരിക്കലും മനുഷ്യരെ കീഴ്പ്പെടുത്തുകയോ തിരുസഭയെ ഉപദ്രവിക്കുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കരുണ വേഗം ഞങ്ങളുടെ മേൽ ഉണ്ടാവുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന്റെ മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ കൂട്ടുകാരെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ
തള്ളി താഴ്ത്തണമേ. അവൻ ഒരിക്കലും ഞങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. കരങ്ങൾ കൂപ്പി അൾത്താരയിലേക്ക് നോക്കി സന്തോഷത്തോടെ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4:6 ആബാ പിതാവേ എന്ന് വിളിക്കാൻ ഞങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവേ. യോഹന്നാൻ 16:14 മുൻകൂട്ടി കാര്യങ്ങൾ വെളിപ്പെടുത്തി തരുന്ന പരിശുദ്ധാത്മാവേ. റോമ 8:14-16 ഞങ്ങളെ ദൈവമക്കളാക്കുന്ന പരിശുദ്ധാത്മാവേ. യോഹന്നാൻ 14:16 ഞങ്ങളുടെ സഹായകനായ പരിശുദ്ധാത്മാവേ. യെശയ്യാ 4:4 തീ കാറ്റയച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവേ. യോഹന്നാൻ 4:16 ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധാത്മാവേ. റോമ 14:17 സന്തോഷത്താൽ ഞങ്ങളെ നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവേ. ഗലാത്യ ലേഖനം 5:22 ഞങ്ങളെ സ്നേഹം കൊണ്ട് നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവേ. ഇതാ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ ഇടപെടുന്ന സമയം. അതോടൊപ്പം തന്നെ നിന്റെ കുടുംബത്തിൽ നീ എങ്ങനെയാണ് മറ്റുള്ളവരോട് പെരുമാറുന്നത്? ചില മാറ്റങ്ങൾ നിനക്ക് അനിവാര്യമല്ലേ? നമ്മുടെ വീട്ടിലുള്ള പല പ്രശ്നങ്ങൾക്കും കാരണം നമ്മൾ സമയത്തെ നന്നായി ഉപയോഗിക്കാത്തതും മറ്റുള്ളവരോടുള്ള പെരുമാറ്റ ശൈലിയിൽ നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടുമല്ലേ? പലപ്പോഴും വായിൽ നിന്ന് വീഴുന്ന വാക്കുകൾ എത്രയോ പേരെയാണ് വിഷമിപ്പിക്കുന്നത്. നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ കുടുംബത്തിൽ എന്തെല്ലാം താളപ്പെശകൾ ഉണ്ടാക്കുന്നു. കർത്താവേ, അതെല്ലാം ക്രമീകരിക്കാൻ എനിക്ക് ശക്തി വേണം. നിന്റെ വീട്ടിൽ മറ്റുള്ളവരോട് ചേർന്നിരുന്ന് കുടുംബ അംഗങ്ങളെ മനസ്സിലാക്കാൻ നീ സമയം കൊടുക്കാറുണ്ടോ? കുടുംബ അംഗങ്ങളോട് ചേർന്നിരിക്കാൻ നീ സമയം കൊടുക്കാറുണ്ടോ? അതോ നീ നിന്റേതായ തിരക്കിലാണോ? കുടുംബത്തിൽ സമയം കൊടുക്കണം, കുടുംബ അംഗങ്ങളോട് ചേർന്നിരിക്കാൻ സമയം കൊടുക്കണം, കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയം കൊടുക്കണം. ആത്മീയ കാര്യങ്ങളിൽ നീ അല്പം കൂടെ ശ്രദ്ധ പുലർത്തണ്ടേ? ഇത് ഈ അൾത്താര നിന്നോട് ചോദിക്കുന്നു. ഒരുപക്ഷെ ഇന്ന് ചില തകർച്ചകളും ഭാരങ്ങളും ഒക്കെ നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു ആത്മീയ തകർച്ച ഉള്ളത് കൊണ്ടല്ലേ? ആ ആത്മീയ തകർച്ചയൊന്ന് വിശുദ്ധീകരിക്കണ്ടേ? കർത്താവേ, ഈ ശുശ്രൂഷ സമയത്തിൻ്റെ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, അഭിഷേകത്താൽ എനിക്ക് കൃപ വേണം, എനിക്ക് ശക്തിപ്പെടുത്തണം. ഈ കാലഘട്ടത്തിന് അഭിഷേകം നൽകി പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണം. എൻ്റെ പ്രിയരെ, 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കൂ. കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ തിരിച്ചറിഞ്ഞ് വളരാനുള്ള അഭിഷേകം, ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവ് നിനക്ക് ബോധ്യം നൽകും, പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കും, പരിശുദ്ധാത്മാവ് നിന്റെ ഹൃദയം തുറക്കും. ഓരോ വ്യക്തിയും ഹൃദയം ആ ദൈവ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ, നാവ് തുറന്നൊന്ന് പ്രാർത്ഥിച്ചേ, യേശുവേ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ചേ. സ്തുതിക്കട്ടെ. ഓ പരിശുദ്ധാത്മാവേ, ഈ കാലഘട്ടത്തിന് അഭിഷേകം വേണം. ഞങ്ങളുടെ മേൽ ശക്തി ചൊരിയണം, അഭിഷേകം ചൊരിയണം. ഞങ്ങൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, കൈയടിച്ചേ, നന്നായിട്ട് കൈയടിച്ചേ. ആ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് അനക്കിക്കൊണ്ട് കൈയടിച്ചേ. ആരാധന സമയമാണ്. യെസ്, ഈ ശുശ്രൂഷ ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവര് നിങ്ങൾ ആയിരിക്കുന്നിടങ്ങളിൽ നിൽക്കുന്ന സ്ഥലത്ത് കർത്താവിനൊന്ന് മഹത്വപ്പെടുത്തി കൈയടിച്ചേ. യെസ്, പരിശുദ്ധാത്മാവ് ഈ കാലഘട്ടത്തിന് അഭിഷേകം നൽകി നമ്മൾ അനുഗ്രഹിക്കണം, വിശ്വസിക്കണം. യെസ്, നന്നായിട്ട് കൈയടിച്ചേ. കാലഘട്ടത്തിന് അഭിഷേകം നിറഞ്ഞിടാ. ആമേൻ. അധികമാമളവിൽ അഭിഷേകം പകരണമേ. പഠിക്കേ. എല്ലാവരും കൂടെ പാടാമോ? ഈ കാലഘട്ടത്തിന് അഭിഷേകം നിറഞ്ഞിടാ. അധികമാമളവിൽ അഭിഷേകം പകരണമേ. ഈ കാലഘട്ടത്തിന്
കാലഘട്ടത്തിന് അഭിഷേകം നിറഞ്ഞിടാം. അധികമാമളവിൽ അഭിഷേകം പകരണമേ. കൈകൾ ഉയർത്തി കൈയടിച്ച് നിറയട്ടെ എന്നിൽ കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ നിറയട്ടെ, എന്നിൽ കവിയട്ടെ, എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ പഠിക്കേ. നിറയട്ടെ എന്നിൽ കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. നിറയട്ടെ നിറയട്ടെ എന്നിൽ കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആമേൻ. കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. പഠിക്കേ. നിറയട്ടെ എന്നിൽ കവിയട്ടെ Yes. എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ഒരിക്കൽ കൂടെ നിറയട്ടെ എന്നിൽ കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. കൈകൾ അടിച്ച് നിറയട്ടെ എന്നിൽ കവിയട്ടെ ശക്തിയോടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ആമേൻ. നിറയട്ടെ എന്നിൽ കവിയട്ടെ പരിശുദ്ധാത്മാവേ, എന്നിൽ ഒഴുകട്ടെ പരിശുദ്ധാത്മാവേ. പുതിയൊരു അഭിഷേകം. ആമേൻ. നിറയട്ടെ എന്നിൽ കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. ആമേൻ. നിറയട്ടെ എന്നിൽ കവിയട്ടെ എന്നിൽ ഒഴുകട്ടെ പുതിയൊരു അഭിഷേകം. Yes, the power, Holy Spirit, എന്നിൽ നിറയട്ടെ. പുതിയൊരു അഭിഷേകം. രണ്ട് കരങ്ങൾ ഉയർത്തി ഒരൊറ്റ വിളി. പരിശുദ്ധാത്മാവേ, വിളിക്കട്ടെ 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 വിളിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന സമയം, ഒരു പുത്തൻ അഭിഷേകം ഓരോ ദൈവമക്കളിലേക്ക് വെളിപ്പെടുന്ന സമയം, എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ആത്മാവ് എടുത്ത് മാറ്റട്ടെ. പുതിയൊരു അഭിഷേകം ദൈവമക്കളിലേക്ക് വെളിപ്പെടട്ടെ. ശക്തമായ കൃപ, ശക്തമായ അഭിഷേകം ഓരോ വ്യക്തിയിലും നിറയട്ടെ. എല്ലാ കെട്ടുകളും കർത്താവ് അഴിക്കട്ടെ. ആത്മീയ അന്ധത കർത്താവ് മാറ്റട്ടെ. കർത്താവെ ആത്മീയ അന്ധത മാറ്റണമേ. കർത്താവ് ഒരു പുതിയ അഭിഷേകം നിറയട്ടെ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ, ഓ പരിശുദ്ധാത്മാവേ. ആരാധന കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന കർത്താവേ. രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് കണ്ണടച്ച് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ ആത്മാവ് അനേകരോട് സംസാരിക്കുന്നുണ്ട് കേട്ടോ, അനേകരോട് സംസാരിക്കുന്നുണ്ട്. കർത്താവ് ചിലരെ പേര് വിളിച്ച് ആത്മീയ മേഖലയിൽ ഉണർവ് നൽകുന്നു. ആത്മീയ മന്ദതയിൽ കഴിയുന്ന ചിലരെ കർത്താവ് ചൂടുപിടിപ്പിക്കുന്നു. ആത്മീയ മന്ദത, വരൾച്ച, ഇനി പ്രാർത്ഥിച്ചിട്ടൊന്നും കാര്യമില്ല, ഇനി എന്തിനാണ് എൻ്റെ ജീവിതം എന്നിങ്ങനെ ചിന്തിക്കുന്ന തെറ്റായ ജീവിത ശൈലിയിൽ കഴിയുന്ന ചിലരെ കർത്താവ് ബലപ്പെടുത്തുന്നു. നീ ഭാരപ്പെടേണ്ട, നീ വിഷമിക്കേണ്ട, കർത്താവ് നിന്റെ കൂടെയുണ്ട്. ഒരു ജോലി മേഖല കിട്ടിയിട്ട് ഈ ജോലി എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ എന്ന് ചിന്തിച്ചതേ വിഷമിക്കുന്ന സഹോദരി, പരിശുദ്ധാത്മാവ് പറയുന്നത് എന്നറിയോ? നിന്നെ കൊണ്ട് പറ്റും, നീ വിഷമിക്കേണ്ടെന്ന്. ആ സഹോദരി വലിയ വിഷമത്തിലാണ്. ഇത് എന്നെ കൊണ്ട് പറ്റുമോ, ഇതെന്നെ കൊണ്ട് പറ്റുമോ? കർത്താവ് പറയും നിന്നെ കൊണ്ട് പറ്റും. ഈ കാലഘട്ടത്തിൽ നിന്നിലൂടെ കർത്താവ് ചില കാര്യങ്ങൾ ചെയ്യും. കർത്താവിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക, ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വലിയ കൃപയല്ലേ നമ്മുടെ ജീവിതം. ഓ ദൈവമേ, എൻ്റെ ജീവിതം ഇന്നോളം നടത്തിയ അങ്ങയുടെ അഭിഷേകത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഭാരപ്പെടേണ്ട, ഭാരപ്പെടേണ്ട. ദേ മകനോട് വഴക്കുണ്ടാക്കി പ്രാർത്ഥിക്കുന്നൊരമ്മ വളരെ വിഷമത്തിലാണ്. അമ്മയെ വിഷമിക്കണ്ട കേട്ടോ. അമ്മയുടെ കണ്ണുനീരും പ്രാർത്ഥനയുമാണ് മകൻ്റെ അനുഗ്രഹം. അത് മകനൊരു അനുഗ്രഹമായിട്ട് കർത്താവ് ഉയർത്തും. അതുകൊണ്ട് വിഷമിക്കേണ്ട. അമ്മ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചോ, ദൈവം ഇടപെടും, ദൈവം ഇടപെടും. മകനെ, നിന്റെ മേൽ കർത്താവിന് കൃപയുണ്ട്, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്ന അനേകരെ പല മേഖലകൾ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കൈക്ക് പൊള്ളലേറ്റിട്ടിട്ട് കുറച്ച് ദിവസങ്ങളായി ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന സഹോദരി, ദിവസങ്ങളായിട്ടുള്ള ഭാരം, കൈക്ക് പൊള്ളലേറ്റിട്ട് വലിയ വിഷമത്തിലിരിക്കുമല്ലേ? കർത്താവ് സ്പർശിക്കുന്നു, കർത്താവ് അനുഗ്രഹിക്കുന്നു. വിശ്വസിച്ചത് ഏറ്റെടുക്കണം. ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ കർത്താവെ, ഇതെൻ്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഒരു പുത്തൻ അഭിഷേകം, ഈ കാലഘട്ടത്തിൻ്റെ അഭിഷേകം എനിക്ക് വേണം. ഹല്ലേലൂയ. കർത്താവെ, ഈ വ്യക്തിക്ക് സമയം നന്നായി പ്രയോജനപ്പെടുത്താൻ ഒരു കൃപ വേണം. കർത്താവെ, ഈ വ്യക്തിയുടെ കുടുംബത്തിൽ അഭിഷേകം വേണം.
കർത്താവെ, ഈ വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിൽ ചില മേഖലകൾ കർത്താവ് അങ്ങ് ഇടപെടണം. കർത്താവെ, ഇതാണ് യഥാർത്ഥ സമയമെന്ന് ഈ വ്യക്തിക്ക് ബോധ്യം കിട്ടാൻ തക്കവണ്ണം കർത്താവ് ഈ വ്യക്തിയെ ബലപ്പെടുത്തട്ടെ. തടസ്സങ്ങൾ കർത്താവ് മാറ്റട്ടെ. ഒരു പുത്തൻ അഭിഷേകം ഈ വ്യക്തിയിൽ നിറയട്ടെ. ആരാധന, 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 ആരാധന. നിന്റെ പ്രാർത്ഥന അനേക രോഗികളെ സൗഖ്യപ്പെടുന്ന പ്രാർത്ഥനയാണ് കേട്ടോ. നീ ആ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ രോഗപീഠകൾ കർത്താവ് മാറ്റുന്നു. ആ വ്യക്തിയുടെ മാനസിക ഭാരം കർത്താവ് മാറ്റുന്നു. കർത്താവിന്റെ കരുണ ഒഴുകുന്നു. ഈശോ നിന്നിൽ ഇടപെടുന്നു. സോഫിയ എന്ന് പറയുന്ന സ്ത്രീയെ കർത്താവ് പേരെടുത്ത് അനുഗ്രഹിക്കുന്നു. നടുവ് വേദന മൂലം വിഷമിക്കുന്ന മറ്റൊരു വ്യക്തിയെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. യേശു നിന്നിൽ ഇടപെടുന്നു. യേശു നിന്നിൽ ഇടപെടുന്നു. യേശു നിന്നിൽ ഇടപെടുന്നു. ആരാധന, 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 ആരാധന. നെറ്റിയില് ഒരു കുരിശടയാളം വരച്ചൊന്ന് അനുഗ്രഹിച്ചേ. അൾത്താരയിലേക്ക് തിരിഞ്ഞു നിന്നേ. ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് ഇപ്പോൾ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ദൈവജനത്തോട് പങ്കുവയ്ക്കാൻ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുന്നത്, ഇവിടെ നിൽക്കുന്ന ഒത്തിരി പേരോട് കർത്താവ് ആവശ്യപ്പെടുന്നൊരു കാര്യം എന്നറിയോ? ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ കൗൺസിലിംഗ് ശുശ്രൂഷ ഉപയോഗപ്രദമാക്കുക. സ്വരത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. ചില കാര്യങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് ചില മേഖലകൾ പരിശുദ്ധാത്മാവ് തുറന്നു തരുന്നത്. അപ്പം നമ്മളിത് ആരോടെങ്കിലുമൊക്കെ പങ്കുവയ്ക്കണം. നമുക്ക് വീട്ടിലെല്ലാം പറയാൻ പറ്റത്തില്ല, കൂട്ടുകാരോട് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെയുള്ള കൗൺസിലിംഗ് ശുശ്രൂഷ സ്പിരിച്വൽ കൗൺസിലിംഗ് ആണ്, സൈക്കോളജിക്കൽ കൗൺസിലിംഗ് അല്ല, സ്പിരിച്വൽ കൗൺസിലിംഗ് ആണ്. അങ്ങനെയുള്ള സമയങ്ങൾ അത് പങ്കുവെക്കുമ്പോൾ കർത്താവ് അത് അനുഗ്രഹമാക്കി മാറ്റി നമ്മുടെ ആത്മീയ മേഖല മെച്ചപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നമ്മുടെ പ്രത്യേകിച്ച് പോട്ട ആശ്രമത്തിൽ അഭിഷേകമുള്ള അനേക കൗൺസിലേഴ്സിനാൽ നിറയപ്പെട്ട ഒരു മണ്ണാണ്. അപ്പോൾ ഇവിടെ ശുശ്രൂഷയ്ക്ക് കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്രദമാക്കണം. അതല്ലാതെ എല്ലാം കൂടെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്ന് ബോംബ് പൊട്ടുന്ന പോലെ പൊട്ടാനല്ല, മറിച്ച് ഇതൊക്കെ പങ്കുവെക്കണം. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ, ആത്മീയമായിട്ട് വളരാൻ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്രദമാക്കണം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒന്ന് മുട്ടുകുത്തിക്കേ. പരിശുദ്ധാത്മാവ് ഇടപെടണമേ. ആഗ്രഹിക്കണം, പ്രാർത്ഥിക്കണം. സമയം നന്നായി പ്രയോജനപ്പെടുത്താനുള്ള തീരുമാനം അത് ഏറ്റെടുത്ത് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഒന്നു ചേർന്നു ദാസർ